ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ. അപ്പം ഇന്നാണെങ്കിൽ നമ്മൾ ഗൈഡിനായിട്ട് പോകുന്ന ഒരു വീഡിയോ ആണ്. അപ്പം നമ്മളാണെങ്കിൽ ലോഗ് ബുക്ക് ആദ്യത്തതും കംപ്ലീറ്റ് ചെയ്തു, രണ്ടാമത്തതും എഴുതി വച്ചിട്ടുണ്ട്. അപ്പോൾ അതാ അമ്മയാണെങ്കിൽ രാവിലത്തെ എനിക്ക് പറഞ്ഞയക്കാൻ വേണ്ടിയിട്ട് എല്ലാം ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാവിലെ ആണെങ്കിൽ ഇതാ യൂണിഫോമൊക്കെ ഇതുപോലെ കിടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നല്ലതുപോലെ വെച്ചതാ ഇതുപോലെയാണ് കേട്ടോ ഇടേണ്ടത്. അപ്പോൾ നമ്മളൊന്ന് യൂണിഫോമൊക്കെ ഇടുന്നുണ്ട്. 9:30-ക്കാണ് കേട്ടോ അവിടെ എത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഞാനാണെങ്കിൽ കുറച്ച് കഴിഞ്ഞ് യൂണിഫോമൊക്കെ ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ അടുക്കളയിലോട്ടൊക്കെ പോയി കേട്ടോ. അങ്ങനെ അമ്മയാണെങ്കിൽ നല്ല ചൂട് ഫുഡാണെങ്കിൽ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാണെങ്കിൽ ഇങ്ങനെ നമ്മൾ കുറച്ച് പൊടിച്ചിങ്ങനെ വയ്ക്കാൻ നോക്കിയിട്ട് പറ്റിയില്ല, അത്രയ്ക്ക് ചൂടായിരുന്നു. അപ്പോൾ 3 ദിവസം ക്യാമ്പിന് പോയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലാണെങ്കിൽ എന്തൊക്കെ സാധനങ്ങൾ കൊണ്ടുപോകണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതാ നല്ല ചൂട് പുട്ടായിരുന്നു. അപ്പോൾ ഇതാ അമ്മ അടുത്താണെങ്കിൽ പയർ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അടുത്ത് 2 പപ്പടവും തന്നു. അങ്ങനെ അതാണെങ്കിൽ ചൂടോടെ തന്നെ രാവിലെ കഴിച്ചു. അവനെ കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഉണ്ണിക്കുട്ടൻ വന്നത് കേട്ടോ. പിന്നെ അവൻ്റെ കൂടെയും കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. ചെറിയ രീതിയിൽ തത്തിപ്പൊത്തി നടക്കാനൊക്കെ അവൻ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കാപ്പ് കുടിക്കുന്ന കണ്ടിട്ട് അവനും കൂടെ വന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ടൈം പോയത് അറിയാത്തത്. അപ്പോഴാണെങ്കിൽ ഞാൻ പെട്ടെന്ന് പോയി ഡ്രസ്സൊക്കെ മാറ്റിയതാ. ഈ ഒരു യൂണിഫോമാണ് അകത്തിടേണ്ടത്. അടുത്ത് വെളിയിലിടാനുള്ള ഷോളും സ്കാർഫും ഒക്കെ ഇതാ റെഡിയാക്കി ഇടുന്നുണ്ടേ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കുന്ന നേരം അമ്മയാണെങ്കിൽ ഇതൊക്കെ നല്ലപോലെ തേച്ച് വൃത്തിയാക്കി തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഷോള് കയറ്റാനുള്ള പാടാണ് ഈ നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഞാൻ ഇതുപോലെ കഷ്ടപ്പെട്ട് ഷോൾ ഇടുന്നതൊക്കെ കണ്ടിട്ട് അമ്മയും മാളും കൂടെ വന്നിട്ട് എനിക്ക് ഷോളിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ വി ഷേപ്പിലാണ് കേട്ടോ ഷോൾ ഇടേണ്ടത്. ബാക്ക് സൈഡും ഇതുപോലെ തന്നെ കറക്റ്റായിട്ട് വരണം. ഇന്ന് യൂണിഫോം ചെക്കിങ്ങൊക്കെ ഉണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിക്ക് ഞാനാണെങ്കിൽ യൂണിഫോമൊക്കെ ഇടുന്നുണ്ടേ. അടുത്ത് പിന്നെ ബെൽറ്റ് ഇട്ടു, അടുത്ത് സ്കാർഫ് ഇട്ടു. സ്കാർഫിൻ്റെ തുമ്പൊന്നും കാണാൻ പാടില്ല. അപ്പോൾ നല്ലതുപോലെ ഇതാ ഇങ്ങനെ ചുരുട്ടി നല്ലതുപോലെ കെട്ടുന്നുണ്ട്. അത് പിന്നെ വൂഗിളിട്ടു. അങ്ങനെ ലാസ്റ്റ് അവിടെ ഷോളിൻ്റെ അവിടെ കെട്ടി ബെൽറ്റിൻ്റെ ഇടയിൽ കൂടെ വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടൈറ്റായിട്ട് ഇരിക്കണം. അങ്ങനെ അതാ നമ്മൾ കുത്തിക്കയറ്റി അങ്ങനെ അതാ യൂണിഫോമൊക്കെ റെഡിയാക്കി. അങ്ങനെ ഇരുന്ന് നോക്കിയപ്പോഴാണ് ഉണ്ണിക്കുട്ടനെ കാണാനില്ലാത്തത്. അങ്ങനെ ഞാൻ ഓടിപ്പോയി ഉണ്ണിക്കുട്ടനെ പൊക്കിക്കൊണ്ട് വന്നു. അപ്പോൾ ഇതാ അവിടെ നിന്ന് കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുവാണ് കേട്ടോ. അങ്ങനെ ഇതാ ഇറങ്ങി പോകാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ ഇതാ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ ഇതാ അവനെ അമ്മയടുത്ത് ഏൽപ്പിച്ചിട്ട് ഞാൻ ബാക്കിയുള്ള യൂണിഫോമിൻ്റെ കാര്യങ്ങൾ നോക്കാൻ പോയി. അടുത്തതിന് സോക്സും ഷൂ ഇടണം, പിന്നെ അടുത്ത് തലമുടി കെട്ടണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ ഞാൻ സിറ്റ് ഔട്ടിൽ പോകുന്നുണ്ട്. ഷൂ അവിടെയാണ് കേട്ടോ കിടക്കുന്നത്. പിന്നെ അടുത്ത് ഉണ്ണിക്കുട്ടനെ വിളിച്ചിട്ട് ഉണ്ണിക്കുട്ടൻ വന്നില്ല. അടുത്ത് അമ്മയാണെങ്കിൽ അപ്പോഴത്തേക്കും ചോറ് റെഡിയാക്കി വെച്ചു. എനിക്ക് എന്നാണെങ്കിൽ അവിടെ ഫുഡ് കൊണ്ടുപോകണം, ഫുഡും വെള്ളവും. അങ്ങനെ അമ്മയാണെങ്കിൽ ചോറൊക്കെ നല്ല ചൂട് ചോറ് സെറ്റ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം വീട്ടിലത്തെ മാവിൽ നിന്ന് തന്നെ എടുത്ത മാങ്ങ അരിഞ്ഞ് ഉപ്പും മുളകും ഇട്ട് അങ്ങനെ സെറ്റാക്കി ഒരു അച്ചാറും വെച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ പുറത്തൊരു പ്ലേറ്റ് ഇതുപോലത്തെ ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് നമ്മൾ പയർ തോരനും വയ്ക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയ കറികളൊക്കെ എടുക്കുന്നുള്ളൂ നമ്മൾ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട്. എനിക്ക് ചോറ് കഴിക്കാനും അധികം കറികളൊന്നും വേണ്ട, കുറച്ച് കറികളുണ്ടെങ്കിൽ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തോളും കേട്ടോ. അങ്ങനെ ഇതാ അതൊക്കെ പാക്ക് ചെയ്ത് വയ്ക്കുന്നുണ്ട്. അപ്പോൾ ഒഴിച്ചു കറിയായിട്ട് ഇതാ അമ്മ നല്ല വെള്ളരിക്ക ഒഴിച്ചു കൂട്ടാനാണ് വെച്ച് തന്നത് കേട്ടോ. അങ്ങനെ ഇതാ ഒരു ബോട്ടിലെടുത്ത് അത് ഫുള്ള് നിറച്ച് തരുന്നുണ്ട്. അങ്ങനെ നമ്മളുടെ ഊണ് ഇതാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാ അമ്മയാണെങ്കിൽ അടുത്ത് നമ്മളുടെ കുപ്പിയിൽ വെള്ളം ഒഴിച്ച് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ബാഗൊക്കെ എടുത്ത് ഇതാ ഫുഡൊക്കെ എടുത്ത് നമ്മളിതാ സെറ്റായിട്ട് പോകുന്നുണ്ട്. അങ്ങനെ അതാ മുടിയൊന്നും കൊലയാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു തുണി എടുത്ത് വെച്ച് ഇതാ നമ്മൾ ഹെൽമെറ്റ് വയ്ക്കാൻ പോവുകയാണ്. അപ്പോഴാണ് കണ്ണാടിയുടെ കാര്യം ഓർത്തത്. കണ്ണാടി കയറുന്നില്ലായിരുന്നു. പിന്നെ അത് തുറന്നിട്ട് വീണ്ടും കണ്ണാടി വെച്ചു. അപ്പോൾ അതാ സെറ്റായിട്ടിരിക്കുന്നുണ്ട്. ഇനി അടുത്ത് നമ്മൾ പെട്ടെന്ന് കമ്പും സാധനമൊക്കെ എടുത്തിട്ട് നമ്മൾ ഓടി പോകുന്നുണ്ട് മുകളിൽ. പിന്നെ വണ്ടിയിൽ അങ്ങ് കയറിയിരുന്നു. പിന്നെ കമ്പ് വയ്ക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ട് തന്നെ ഇങ്ങനെ കരിച്ചു വെച്ചു കേട്ടോ. അപ്പോൾ ഇത് ക്യാമ്പല്ല, ഞാൻ വരുന്നതാണ് വൈകുന്നേരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.